ഏറെ നാളായി അസുഖബാധിതനായി തുടരുകയായിരുന്നെങ്കിലും ഇന്ന് ശ്രീനിവാസന്റെ മരണം മലയാളികൾക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. വല്ലാത്ത അവസ്ഥയായിരുന്നുവെങ്കിലും മരണത്തെക്കുറിച്ച് ശ്രീനി ചിന്തിച്ചിരുന്നില്ല എന്ന് അടുത്ത സുഹൃത്ത് സത്യൻ അന്തിക്കാട് പറയുന്നു. ഡിസംബർ 20 ഇത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് സംഭവിച്ചതായി ഇനി ഓർമ്മിക്കപ്പെടും. ഇന്ന് തന്നെ ശ്രീനിവാസൻ മരണപ്പെടുമ്പോൾ ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ ചർച്ചയാവുന്നു. ശ്രീനിവാസൻ്റെയും വിമലയുടെയും രണ്ടാമത്തെ മകൻ ധ്യാൻ ശ്രീനിവാസൻ്റെ ജന്മദിനം കൂടെയാണിന്ന്. 1988 ഡിസംബർ 20 ധ്യാനിൻ്റെ ജനനം. 37ാം ജന്മദിനം ഇന്ന് ആഘോഷിക്കേണ്ടിയിരുന്ന ധ്യാൻ ഇപ്പോൾ അച്ഛൻ്റെ ചേതനയറ്റ ശരീരത്തിന് അടുത്തിരുന്ന് വിങ്ങി കരയുകയാണ്. എന്നും അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരെ സഞ്ചരിച്ചവനായിരുന്നുവെങ്കിലും ആ അച്ഛൻ്റെ മകൻ ആയതിൽ എന്നും അഭിമാനിക്കുന്നതിനെക്കുറിച്ച് ധ്യാൻ സംസാരിച്ചിട്ടുണ്ട്. ശ്രീനിവാസനെ പോലെ തന്നെ പറയുന്നതിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളാണ് ധ്യാനും. ധ്യാനിൻ്റെ കോമഡി കഥകളിൽ പലപ്പോഴും കഥാപാത്രമായി ശ്രീനിവാസൻ തന്നെയാണ് എത്താറുള്ളത്. ശ്രീനിവാസനും മക്കളെ പരിഹസിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ലായിരുന്നു. അച്ഛനോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ചും തൻ്റെ സിനിമകൾ കണ്ട് അച്ഛൻ പരിഹസിക്കുന്നതിനെക്കുറിച്ചും ധ്യാൻ തമാശയോടെയാണ് എന്നും സംസാരിക്കാറുള്ളത്. ആ സംസാര സ്വാതന്ത്ര്യവും ഹാസ്യവും ശ്രീനിവാസൻ തന്നെ മകന് നൽകിയതാണ്. ഇവൻ അച്ഛൻ്റെ മകൻ തന്നെയെന്ന് പ്രേക്ഷകർ പറയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ പരസ്പരം പരിഹസിച്ചാലും വിമർശിച്ചാലും അവർക്കിടയിലെ സ്നേഹം എത്രത്തോളം വലുതായിരുന്നു എന്ന് തിരിച്ചറിയുന്ന കണ്ടു നിൽക്കുന്നവരെയും വികാരഭരിതമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.